ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും A2Z ഡെയിലി ജോബ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട ജോബ് അപ്ഡേറ്റ്സുകളും അതുപോലെ താൽക്കാലിക നിയമനങ്ങളുമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ ദിവസവും രാവിലെ നിങ്ങൾക്ക് തൊഴിൽ വാർത്തകൾ ലഭിക്കാൻ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫ്രീ ആയി സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ തൊഴിൽ വാർത്തകൾ എന്തെല്ലാം നോക്കാം. SSC നടത്തുന്ന CGL എക്സാമിൻ്റെ 2018 എക്സാമിൻ്റെ റിസൾട്ട് 20/8/2019 വന്നിരുന്നു. അപ്പോൾ പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ കീയും നിങ്ങൾക്ക് ഇപ്പോൾ പരിശോധിക്കാവുന്നതാണ്. 5/9/2019 മുതൽ 4/9/2019 വരെ നിങ്ങൾക്ക് ഈ ഒരു അവസരം ലഭിക്കുന്നതാണ്. ഇത് പരിശോധിക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒഫീഷ്യൽ ssc.nic.in എന്ന് പറഞ്ഞ വെബ്സൈറ്റ് മുഖാന്തരം പോയിട്ട് ഈ ഒരു PDF നിങ്ങൾക്കൊരു ലിങ്ക് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. തീർച്ചയായും ഈ ഒരു എക്സാം എഴുതിയ ആളുകൾ അവരുടെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ കീയും നോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വ്യത്യാസം ഉണ്ടാക്കുക നോക്കാവുന്നതാണ്. പിന്നെ നവോദയ വിദ്യാലയ സമിതി പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ മുമ്പ് ഇറക്കിയിരുന്നു. 12 ജൂലൈ 2019 ഉള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. അതിൽ ടീച്ചേഴ്സ് അസിസ്റ്റന്റ് കമ്മീഷണേഴ്സ്, അതുപോലെ ലീഗൽ അസിസ്റ്റന്റ്, ഫീമെയിൽ സ്റ്റാഫ് നഴ്സ്, കാറ്ററിംഗ് അസിസ്റ്റന്റ് ആൻഡ് ലോവർ ഡിവിഷണൽ ക്ലർക്ക് തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. അപ്പോൾ അതിന്റെ എക്സാം നടക്കുന്നുണ്ട്. എക്സാം 16 മുതൽ 20/9/2019 16/9/2019 മുതൽ 20/9/2019 വരെയാണ് എക്സാം നടക്കുന്നത്. അപ്പോൾ അതിന്റെ ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് മെയിൽ മുഖാന്തരം ലഭിക്കുന്നതാണ്. മെയിൽ ലഭിക്കാത്തവർ തീർച്ചയായും നിങ്ങളുടെ ഈ ഒരു വെബ്സൈറ്റിൽ പോയി നവോദയ വിദ്യാലയ സമിതിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്ത ആളുകൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ആരെങ്കിലും ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടി ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു താൽക്കാലിക നിയമനം ഉള്ളത് കോട്ടയത്ത് ആയ എന്ന് പറഞ്ഞ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം വന്നിട്ടുണ്ട്. കോട്ടയം ജില്ലയിലെ സർക്കാർ സ്ഥാപനത്തിൽ പട്ടികജാതി വിഭാഗത്തിനായി സംവരണം ചെയ്ത പ്രീ പ്രൈമറി ആയയുടെ ഒരു താൽക്കാലിക ഒഴിവുണ്ട്. പട്ടികജാതിക്കാരുടെ അഭാവത്തിൽ പട്ടികവർഗക്കാരെയും ഇതര സമുദായം ഓർ ഓപ്പൺ വിഭാഗക്കാരെയും പരിഗണിക്കും. യോഗ്യത 7ാം ക്ലാസ് വിജയമാണ് ഉണ്ടായിരിക്കേണ്ടത്. കൂടാതെ 1860 സൊസൈറ്റീസ് രജിസ്ട്രേഷൻ നിയമപ്രകാരം പ്രവർത്തിക്കുന്ന സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ കുട്ടികളെ ആയി പ്രവർത്തിച്ചിട്ടുള്ള 1 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം, പ്രായം 18-41 വയസ്സ് വരെ, വയസ്സിളവ് ബാധകം ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ നിശ്ചിത യോഗ്യതയുള്ളവർ സെപ്റ്റംബർ 7 മുൻപായി അതത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ഹാജരായി പേര് രജിസ്റ്റർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കോട്ടയത്താണ് ഈ അവസരം ഉള്ളത്. താല്പര്യമുള്ള അല്ലെങ്കിൽ ഈ ഒരു യോഗ്യതയുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പിന്നെ കണ്ണൂർ ജില്ലാ എംപ്ലോയബിലിറ്റി സെന്റർ മുഖാന്തരം ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. കണ്ണൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന് കീഴിലുള്ള എംപ്ലോയബിലിറ്റി സെന്ററിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലെ വിവിധ തസ്തികകളിലേക്ക് സെപ്റ്റംബർ 7 രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ അഭിമുഖം നടത്തുന്നുണ്ട്. 3D മാക്സ് ഇന്റീരിയർ ഓർ എക്സ്റ്റീരിയർ ഡിസൈനിങ്, 2D ഓട്ടോകാഡ്, സൈറ്റ് സൂപ്പർവൈസർ, EMD നൈസ്, ഫൈൻ ആർട്സ് ടീച്ചർ, മൾട്ടിമീഡിയ ഇൻസ്ട്രക്ടർ, ഇന്റീരിയർ ഡിസൈനർ, ഇൻസ്ട്രക്ടർ മെക്കാനിക്കൽ ഓർ ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, വനിതാ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, സ്പോക്കൺ ഇംഗ്ലീഷ് ടീച്ചർ, ബ്രാഞ്ച് റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് എന്നിവയാണ് ഒഴിവുകൾ. യോഗ്യത Btech സിവിൽ ഓർ മെക്കാനിക്കൽ ഓർ ഓട്ടോമൊബൈൽ, ITI ഡിപ്ലോമ, GNM ഓർ BSc നഴ്സിംഗ്, KGCE ഫൈൻ ആഡ്സ് ഓർ BFA, SSLC ഓർ +2, MA ഇംഗ്ലീഷ്. ഈ യോഗ്യതയുള്ളവർക്കൊക്കെ ഇതിന് പങ്കെടുക്കാവുന്നതാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പും 250 രൂപയും സഹിതം എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്ത് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. നിലവിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്കും പങ്കെടുക്കാം. ഫോൺ നമ്പർ 049727707610 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കിറ്റാഡ്സിൽ റിസർച്ച് അസിസ്റ്റന്റ് നിയമനം. കോഴിക്കോട് ആസ്ഥാനമായ കിറ്റാഡ്സ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് വകുപ്പിലേക്ക് റിസർച്ച് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് മാസ ഓണറേറിയത്തിന് താൽക്കാലിക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അംഗീകൃത സർവകലാശാലയിൽ നിന്നും ആന്ത്രപ്പോളജി ഓർ സോഷ്യോളജി വിഷയത്തിൽ റെഗുലർ കുറഞ്ഞത് 2ാം ക്ലാസ്സോടെ ലഭിച്ച ബിരുദാനന്തര ബിരുദം, അംഗീകൃത സർവകലാശാലയിൽ നിന്നും അംഗീകൃത സ്ഥാപനത്തിൽ നിന്നോ സർക്കാർ വകുപ്പിൽ നിന്നോ 3 വർഷത്തിൽ കുറയാത്ത ഗവേഷണ പരിചയം എന്നിവയാണ് യോഗ്യതകൾ. 4 തസ്തികകളാണുള്ളത്. പ്രതിമാസം 29,785 രൂപയും പ്രതിഫലം ലഭിക്കും. 1 വർഷത്തേക്കാണ് നിയമനം. അപേക്ഷകർക്ക് 2019 ജനുവരി 1 35 വയസ്സ് കവിയാൻ പാടില്ല. പട്ടിക പിന്നാക്ക വിഭാഗക്കാർക്ക് പ്രായപരിധിയിൽ നിയമാനുസൃത വിളവുണ്ടായിരിക്കുന്നതാണ്. ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ പേര്, മേൽവിലാസം, വിദ്യാഭ്യാസ യോഗ്യത, സമുദായം, പ്രവൃത്തി പരിചയം എന്നിവ കാണിച്ച് വെള്ളക്കടലാസിൽ ടൈപ്പ് ചെയ്തോ സ്വന്തം കൈയക്ഷരത്തിൽ എഴുതിയതോ ആയ അപേക്ഷകൾ ആവശ്യമായ സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ ആമുഖ കത്തു സഹിതം ഡയറക്ടർ കിറ്റാഡ്സ് ചൊവ്വയൂർ PO കോഴിക്കോട് 673-017 എന്ന വിലാസത്തിൽ സെപ്റ്റംബർ 15 വൈകുന്നേരം 5 മണിക്ക് മുമ്പ് ലഭിക്കണം. ഇത്രയും ജോബ് അപ്ഡേറ്റ്സുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്.
നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സും മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ ഡെയിലി നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കൂടി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.